ഓക്കെ, അഖിലേന്ദു ജോയിൻ ചെയ്യുമായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ഒരാൾ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യോടാ. കാണാമോ? ഇല്ലടാ, കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻ ഷെയർ ഒന്നും കാണുന്നില്ല. സ്ക്രീൻ ഷെയറിംഗിന്റെ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. പ്രസന്റിംഗും ആയിട്ടില്ല. പ്രസന്റേഷൻ സ്റ്റാർട്ടിംഗ് എന്നാ കാണിക്കുന്നത്. ഇവിടെ കാണുന്നില്ലടാ, ഒന്നും കാണുന്നില്ല എനിക്ക്. ഒന്നുകൂടെ സ്റ്റോപ്പ് ചെയ്ത് ഷെയർ ചെയ്തടാ. പക്ഷെ സ്റ്റോപ്പ് ചെയ്യാൻ സ്റ്റോപ്പിംഗ് ഓപ്ഷൻ കാണിക്കുന്നില്ലടാ. ഇല്ല. പ്രോപ്പർലി ഷെയർ ആയിട്ടില്ല, എന്തോ ഹാങ് ആയിപ്പോയി. ഞാനെന്നാ ഒന്നുകൂടെ റീജോയിൻ ചെയ്യണം. ഒന്നുകൂടെ കേറാം. റീജോയിൻ ചെയ്യണം. ഇപ്പോഴോ? ഹലോ, ഇപ്പൊ ലോഡിങ് ആയിട്ടുണ്ടേ. ഓക്കെ. ഓക്കെ, പൈച്ചാം ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കൺസെപ്റ്റ് പറഞ്ഞു തുടങ്ങിയ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു അല്ലേ? കൺസെപ്റ്റ്, സൂപ്സ് കോൺസെപ്റ്റ് എന്താണ്, 5 പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞു പോയി അല്ലേ? അതെ. നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസ് ആണ്. ഓക്കെ, ഈ ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പപ്പോ ചോദിക്കുക. ബിക്കോസ് ഈ ഒരു പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺസ് സെലീനത്തിലേക്ക് കടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ പറയുക ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നേ പറയത്തുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് ഓരോ തവണയും സിന്റാക്സ് പറഞ്ഞു തരത്തില്ല. ഓക്കെ, സോ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. objects.py. ഓക്കെ, സോ ക്ലാസ് നമ്മൾ നേരത്തെ അതിന്റെ തിയറി പാർട്സ് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോ ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട്, അതായത് ക്ലാസ് ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന സമയത്താണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്ന കാര്യം എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആവുന്നത്. ഓക്കെ, സോ ക്രിയേറ്റ് ചെയ്തോളൂ. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് ആണ് ക്ലാസ് നെയിം കോളൻ. ക്ലാസ്സിന് ഒരു പേര് കൊടുക്കുക. ഇഷ്ടമുള്ള ക്ലാസിന്റെ പേര് കൊടുത്തോളൂ. അവിടെ എന്തെങ്കിലും പേര് മതിയോ? ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തോളാം. എനിത്തിങ് ഇസ് ഫൈൻ. ആനിമൽ എന്നോ ഡെമോ എന്നോ. ഓക്കെ, ഡെമോ കൊടുത്തോ, പ്രശ്നമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആസ് പെർ ദ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ക്ലാസിന്റെ പേര് എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. ഫുൾ ക്യാപ്സിൽ ആണോ അതോ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം. അതൊരു കോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ്. അല്ലാതെ കൊടുത്താലും വർക്ക് ചെയ്യും, പക്ഷെ നമ്മൾ നോർമലി പറയുന്ന ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് ആണത്. ഓക്കെ, ഇനി അതിന്റെ താഴെ ടൈപ്പ് ചെയ്തോളൂ. ജസ്റ്റ് എന്തെങ്കിലും ഒരു വേരിയബിളിലേക്ക് ഒരു സ്കൂൾ നെയിം എന്തെങ്കിലും അസൈൻ ചെയ്തേടാ. സ്കൂൾ നെയിം ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എച്ച് ഈക്വൽസ് മതി, കുഴപ്പമില്ല. ജസ്റ്റ് ABC സ്കൂൾ എന്ന് എങ്ങനെ അസൈൻ ചെയ്യും ഡബിൾ കോഡ്സിൽ. കൃഷ്ണകുമാർ ഒപ്പം ചെയ്യുന്നില്ലേടാ? ഓക്കെ, ABC സ്കൂൾ എന്ന് കൊടുത്തോളൂ. ഓക്കെ, നെക്സ്റ്റ് ലൈനില്
യെസ്, അത് ടൈപ്പ് ചെയ്തോളൂ. ഡെഫ്, DEF, ഡെഫ്. ഒരു ഫംഗ്ഷൻ ഇനി നമ്മൾ ഇനി താഴെ കൊടുക്കൂ അണ്ടർസ്കോർ അണ്ടർസ്കോർ. താഴെയോ? ഇതിന്റെ ഒപ്പം അതിന്റെ ഒപ്പം ഡെഫ് കഴിഞ്ഞിട്ട് സ്പേസ് ഡെഫ് കഴിഞ്ഞ് സ്പേസ് കൊടുത്തതിന് ശേഷം അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ്. ഫസ്റ്റ് സജഷൻ എടുത്തേടാ. യെസ്, കോൾ എൻ്റർ അടിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സെൽഫ് എന്നിട്ടൊരു കീവേഡ് കാണാൻ പറ്റിയില്ലേ? ഈ സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ് പൈത്തൺ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾക്ക് ഈ ക്ലാസ്സിന്റെ ഈ സ്പെസിഫിക് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് സെൽഫ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ സ്പെസിഫിക്കലി ഏത് ഒബ്ജക്റ്റിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി ഞാൻ ഈ ക്ലാസ്സിൽ ഒരു 4 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒബ്ജക്റ്റിനെ വെച്ച് ഞാൻ ഇതിന്റെ ഫംഗ്ഷനോ എന്തിനെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഡാറ്റ പാസ് ചെയ്ത് വെച്ചിട്ടായിരിക്കണം. സെക്കൻഡ് ഒബ്ജക്റ്റ് വരുമ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ ഡാറ്റ വെച്ചിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ ഇതിനെ ഇന്റേണലി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. ഓക്കെ. ഇപ്പോ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ലെറ്റ്സ് സേ കാർ 1, കാർ 2, കാർ 3, 3 കാർസ്. 3 കാർസിനെ കൂടെ കളക്ഷൻ ആയിട്ട് കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ്. അപ്പൊ കാർ 1ന്റെ പ്രോപ്പർട്ടീസ് എന്താണോ അത് വെച്ചിട്ട് മാത്രം എനിക്ക് അത് എക്സിക്യൂട്ട് ചെയ്യണം. അതിനുശേഷം കാർ 2ന്റെ, പിന്നെ കാർ 3യുടെ. ഓക്കെ, ഇങ്ങനെ ഓരോ ഒബ്ജക്ട്സിന്റെയും ഡാറ്റ ആയിട്ട് എനിക്ക് ഐസൊലേറ്റ് ചെയ്ത് വെക്കണം, വേണ്ടേ? ആ ഐസൊലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് സെൽഫ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ക്ലാസിന്റെ ഫോർമാറ്റിൽ സെൽഫ് എന്ന കീവേഡ് എപ്പോഴും യൂസ് ചെയ്യും. മനസ്സിലായടാ? അതായത് പ്രോപ്പർട്ടീസിനെ ഡിനോട്ട് ചെയ്യാനാണോ? അതായത് ഓരോ ഒബ്ജക്റ്റിന്റെയും പ്രോപ്പർട്ടീസിനെ സ്പെസിഫിക്കലി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, ഓക്കെ. ഇനി അതിന് താഴെ ടൈപ്പ് ചെയ്യടാ, പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സില് ദിസ് ഈസ് എ കൺസ്ട്രക്ടർ, ഡബിൾ കോട്ട്സിൽ കൊടുത്തോളൂ. പൊന്നോ വാ, ഇവിടുന്നായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് എഴുതിയേ? ദിസ് ഈസ് എ കൺസ്ട്രക്ടർ അല്ലേ? കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞു, ഓക്കെ, ഓരോ ക്ലാസ്സിലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലേ? അപ്പൊ ഓരോ ക്ലാസ്സിനും ഓരോ ഒബ്ജക്റ്റ് വീതം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഇറ്റ്സെൽഫ് ജനറേറ്റ് ആവുന്നതാണ് കൺസ്ട്രക്ടേഴ്സ്. ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റിന്റെ ആവശ്യം കഴിയുമ്പോൾ ഒരു ഡിസ്ട്രക്ടറും ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ക്ലാസ്സിലെ ഒരു ഒബ്ജക്റ്റ് ആണോ ഈ ABC സ്കൂൾ? അല്ല, അത് ആട്രിബ്യൂട്ട് ആണ്. അത് ആട്രിബ്യൂട്ട് ആണ്. എടാ നമ്മൾ പറഞ്ഞില്ലേ കാറിന് മൈലേജ് അതുപോലെ തന്നെ കളർ പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നല്ലേ? അതേപോലെ ഇവിടെ ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിനുള്ള പ്രോപ്പർട്ടിയാണ് എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എച്ച് ഇസ് എ പ്രോപ്പർട്ടി.
ആ പ്രോപ്പർട്ടീസും സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അത് പറയാം. ഓക്കെ, ഇവിടെ വന്നിരുന്ന് കഴിക്കുക. Self is used to distinguish the distinguish objects. between the objects, each objects created. Distinguish between the ബാക്കി ഒന്ന് പറയാമോ? Between the objects, each objects that is been created. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ 3 കൺസെപ്റ്റ്സ്, കൺസ്ട്രക്ടർ, അതുപോലെ കൺസ്ട്രക്ടർ, സെൽഫ്, കീവേഡ്, അതുപോലെ ക്ലാസിന്റെ ഫോർമാറ്റ്, ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആണോ? എക്സിലേക്ക് നമുക്ക് വരാം. എക്സിന്റെ കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇത്രയും ചെയ്താൽ ഇത് കൺസ്ട്രക്ടർ ആയില്ലേ? അതെ, ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലേ, അതൊരു കൺസ്ട്രക്ടർ ആണ്. ഏതെങ്കിലും പൈത്തൺ ക്ലാസ്സിൽ നിങ്ങൾ അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ് ഡബിൾ അണ്ടർസ്കോർ എന്ന് കണ്ടാൽ കൺഫേം ചെയ്തോളുക, അതൊരു കൺസ്ട്രക്ടർ ആണ്. ഒരു കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്യാനുള്ള ബിൽറ്റ് ഇൻ ഫോർമാറ്റ് ആണ് അത്. ക്ലിയർ ആണോ ഇവിടെ പറഞ്ഞത്? ഓക്കെ, ഇനി ഇതിന് താഴെ നെക്സ്റ്റ് ലൈനിൽ കൊടുത്തോളൂ. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് ഒരു നോർമൽ കൺസ്ട്രക്ടർ ആണ് അല്ലേ? ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇൻ ഡബിൾ അണ്ടർസ്കോർ എന്ന് പറയുന്നത്. ആ സെൽഫ് കഴിഞ്ഞിട്ട് കോമ ഇട്ടേടാ, ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഒരു കോമ ഇട്ടിട്ട് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ പാസ് ചെയ്തേ അവിടെ. ഇതിനാണ് നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ആവുന്നത് നോർമൽ കൺസ്ട്രക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സും നമ്മൾക്ക് ഇപ്പോൾ ഒരു ഡാറ്റ നമ്മളുടെ ഒബ്ജക്ട് ത്രൂ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സും ആണ്. മനസ്സിലായടാ? ക്ലിയർ ആണോടാ? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്താണ് എന്ന് ക്ലിയർ ആണോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായി. കൃഷ്ണകുമാർ ക്ലിയർ ആണോടാ? അപ്പൊ ദിസ് ഈസ് എ കൺസ്ട്രക്ടറിന്റെ താഴെ ടൈപ്പ് ചെയ്യൂ സെൽഫ് ഡോട്ട് നെയിം, അതേ ഇൻഡന്റേഷനിൽ കേട്ടോ, പ്രിന്റ് അതേ ഇൻഡന്റേഷനിൽ വരണേ. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽസ് നെയിം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോ കൺസ്ട്രക്ടർ വഴി റിസീവ് ആയിട്ടുള്ള നെയിം ഏതാണോ അത് കറന്റ് ഒബ്ജക്റ്റിന്റെ വാല്യൂ ആണ് എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തത് സെൽഫ് ഡോട്ട് നെയിം എന്ന് കൊടുത്തത്. Is used to distinguish between the current objects and other objects name property. Current and other objects name property.
അപ്പൊ ഇതൊരു വേരിയബിൾ ആണോ? യെസ്, നെയിം എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. ഇവിടെ സെൽഫ് ഡോട്ട് നെയിം ആക്ട് ചെയ്യുന്നത് ഒരു വേരിയബിൾ ആയിട്ടാണ്. ആൻഡ് ആ വേരിയബിൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സെൽഫ് ഡോട്ട് നെയിം എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മള്? ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ കറണ്ട് ഒബ്ജക്റ്റിനെയും ബാക്കിയുള്ള ഒബ്ജക്റ്റിന്റെ വാല്യൂസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സെൽഫ് കീവേഡ്. നെയിം എന്ന് പറയുന്നത് വേരിയബിൾ നെയിം. എപ്പോഴും ശ്രദ്ധിക്കുക, പാരാമീറ്റർ ആയിട്ട് കൊടുത്ത അതേ പേര് തന്നെ നമ്മൾ കൊടുക്കണം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെയിമിന് പകരം വേറെ എന്തെങ്കിലും വരും? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്തേക്ക് വരാം, അപ്പൊ അത് ക്ലിയർ ആവും. ഓക്കെ, അതിന് മുൻപ് നമുക്ക് ക്ലാസിന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാനുണ്ട്. നിങ്ങളിവിടെ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ആ എക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾസ്. ഓക്കെ, ഗ്ലോബൽ വേരിയബിൾസ് അല്ലെങ്കിൽ ക്ലാസ് വേരിയബിൾസ് എന്ന് പറയാം. അതായത് ഈ ക്ലാസ്സിൽ എവിടെ വെച്ച് ഞാൻ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാലും, എത്ര ഇൻസ്റ്റൻസ് വന്നാലും, എത്ര ഇൻസ്റ്റൻസസ് ആക്സസ് ചെയ്താലും ശരി, നമ്മളുടെ എക്സിന്റെ വാല്യൂ മാറുമോ? ഇല്ല. ബിക്കോസ് കാരണം എന്താണ്, നമ്മളൊരു വാല്യൂ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ അതിനെ എവിടെ ഓവർ റൈഡ് ചെയ്തിട്ടും ഇല്ല, അല്ലേ? സോ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ വേരിയബിൾസിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾ അല്ലെങ്കിൽ ക്ലാസ് വേരിയബിൾ. ക്ലിയർ ആണോടാ? ഇനി അവിടെ നെയിം എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടില്ലേ? ആ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഓരോ ഒബ്ജക്റ്റിനനുസരിച്ച് മാറത്തില്ലേ? അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ലോക്കൽ വേരിയബിൾ എന്ന് വിളിക്കാം. Okay, here the attribute name is called to be local variable or instance variable. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാനിപ്പോ പറഞ്ഞ കാര്യം, ഞാൻ ഇപ്പൊ ഗ്ലോബൽ വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. ഡൗട്ട് ഉണ്ടോടാ? കൃഷ്ണകുമാർ ക്ലിയർ അല്ലേടാ? അല്ല, ഈ നെയിമില് സെൽഫ് നെയിം ആണോ അതോ ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള നെയിമാണോ? ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള നെയിം. സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ മാത്രം വേരിയബിൾ ആയി മാറി. അവിടെ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം മാറിയിട്ടില്ലല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിലും റൈറ്റ് ഹാൻഡ് സൈഡ് ആയാലും നെയിം എന്ന് പറയുന്ന വേരിയബിൾ മാറിയിട്ടില്ല. സെൽഫ് ഡോട്ട് ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ സ്പെസിഫിക് ഒബ്ജക്റ്റിന് മാത്രമായിട്ട് ആ വാല്യൂവിനെ ഞാൻ അസൈൻ ചെയ്തു, സോ ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യപ്പെടും. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡോ റൈറ്റ് ഹാൻഡ് സൈഡോ either way നെയിം എന്ന് പറഞ്ഞ വേരിയബിള് ആക്ട് ചെയ്യുന്നത് ലോക്കൽ വേരിയബിൾ ആയിട്ടാണ്. ക്ലിയർ ആണോടാ? ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ നെയിമിനെ അല്ലേ അവിടെയും അതുപോലെ നമ്മൾ താഴെ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽസ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതും സെയിം നെയിം അല്ലേ? അപ്പൊ അതെല്ലാം വേരിയബിൾസ് തന്നെയാണ്. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽസ് നെയിം എന്ന് കൊടുത്താണെങ്കിലും ശരി, സെൽഫ് കോമ നെയിം എന്ന് കൊടുത്താണെങ്കിലും ശരി, ആ കൊടുത്ത വാല്യൂവിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? വാല്യൂ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് പേരാണേ. ഓക്കെ, ഇതിന്റെ അപ്പുറത്ത് ഏജ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, നെയിം കൺഫ്യൂഷൻ ആവണ്ടായി.
നെയിമിന് പകരം ഏജ് ആണെന്ന് വിചാരിക്കൂ. സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽസ് ഏജ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഏജ് എന്ന് പറഞ്ഞ വേർഡ് ഇല്ലേ, ഉം. അല്ലെങ്കിൽ ഏജ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം ഇല്ലേ, ഉം. ഏജ് എന്ന് പറയുന്ന സ്പെസിഫിക് വേരിയബിളിനെയാണ് നമ്മൾ എന്തോ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ആ വേരിയബിൾ അല്ലേ മാറിക്കൊണ്ടിരിക്കുന്നേ. അതെ. ഒരു കാര്യം ചെയ്തോളൂ, ക്ലിയർ അല്ലേ കൃഷ്ണകുമാർ? ഓക്കെ ആണ്. ഒരു കാര്യം ചെയ്തോളൂ, ഇനി സെൽഫ് ഡോട്ട് നെയിം ഈക്വൽസ് നെയിം കഴിഞ്ഞ് എൻ്റർ അടിക്കൂ. നെക്സ്റ്റ് ലൈനിൽ വരൂ. ബാക്ക് സ്പേസ് അടിച്ചോളൂ ഒന്ന്. എന്നിട്ട് ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇൻറ്റിന്റെ അതേ ലെവലിൽ ഇൻഡന്റേഷൻ കൊണ്ടുവരാം. ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇൻറ്റിന്റെ ബാക്ക് സ്പേസ് അടിക്കൂ. ഇതിവിടെ അല്ലേ? അവിടെ തന്നെ. ഇപ്പൊ കറക്റ്റ് ആയി. കേസർ എവിടെയാണോ നോക്കട്ടെ. കേസർ എവിടെയെന്ന് കാണുന്നില്ലല്ലോ ഇപ്പൊ. ഓക്കെ, ഇവിടെ അല്ലേ? അവിടെ തന്നെ കറക്റ്റാ. കൃഷ്ണകുമാറിന്റെ ഇൻഡന്റേഷൻ കറക്റ്റ് അല്ലേടാ? ടൈപ്പ് ചെയ്തോളൂ ഡെഫ് ഡെഫ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടാം. യെസ്, ഓട്ടോ പോപ്പുലേറ്റ് ടീം സെൽഫ് അത് റിമൂവ് ചെയ്യരുത് കേട്ടോ. എൻ്റർ അടിച്ചു. അവിടെ പ്രിന്റ് ചെയ്തോളൂ എടാ. സെൽഫ് ഡോട്ട് നെയിമിനെ പ്രിന്റ് ചെയ്തേ. താഴെ പ്രിന്റ് ചെയ്യടാ. പ്രിന്റ് നിങ്ങൾ എന്താണോ ക്ലാസ്സിന് കൊടുത്തിട്ടുള്ള പേര് അത് കൊടുക്കുക. നിങ്ങൾ എന്താ ക്ലാസ്സിന്റെ പേര് ഇവിടെ അതിനൊക്കെ എന്താ പേര് കൊടുത്തിട്ടുള്ളേ ക്ലാസ്സിന്? ഡെമോ. അപ്പൊ ഡെമോ ഒന്ന് കൊടുക്കൂ. കൃഷ്ണകുമാർ കൊടുത്തോടാ? ക്ലാസ് നെയിം കൊടുത്തോ? കൊടുത്തു. ഡോട്ട് ഇതിന്റെ അകത്താണോ? ഡെമോ കഴിഞ്ഞിട്ട് ഡോട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിന്റെ അകത്ത് പ്രിന്റിന്റെ അകത്ത് തന്നെ. ഡോട്ട് നിങ്ങൾ എന്താണോ വേരിയബിളിന് പേര് കൊടുത്തത്. നിങ്ങളൊരു സ്കൂൾ നെയിം അസൈൻ ചെയ്തില്ലായിരുന്നു, ABC സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ആദ്യം ഒരു ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് അസൈൻ ചെയ്തില്ലായിരുന്നോ? ഗ്ലോബൽ വേരിയബിളിനെ കൊടുത്തേ. യെസ്, ഡെമോ ഡോട്ട് എച്ച്. കൃഷ്ണകുമാർ എന്തായിരുന്നു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്ലോബലിന്? ഓക്കെ, ഇനി താഴെ വരൂ, എൻ്റർ അടിക്കൂ. ഇനി ക്ലാസിന്റെ ലെവലിലേക്ക് ഇൻഡന്റേഷൻ കൊണ്ടുവരാം കേട്ടോ. അവിടെ ടൈപ്പ് ചെയ്യടാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ നെയിം എടുക്കാം കേട്ടോ. demo1 എന്നെടുത്തോളൂ. ഇപ്പൊ അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനാണോ? അല്ല, ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. demo1. കൃഷ്ണകുമാറും ക്രിയേറ്റ് ചെയ്തോളൂ. demo1 ടൈപ്പ് ചെയ്യടാ. demo1
ഒരു വേരിയബിൾ demo1 എന്ന വേരിയബിൾ നെയിം കൊടുത്തോ. ഡി സ്മോൾ കൊടുത്തോ. വേരിയബിൾ അല്ലേ, വേരിയബിൾ സ്മോൾ കൊടുത്തോ കേട്ടോ. ഈക്വൽസ് ക്ലാസിന്റെ പേര് കൊടുത്തേ. ക്ലാസിന്റെ പേര് ഡബിൾ കോട്ട്സിലല്ല, ജസ്റ്റ് ക്ലാസിന്റെ പേര് മാത്രം അവിടെ കൊടുക്കുക. ഡബിൾ കോട്ട്സ് ഒന്നും വേണ്ടടാ. ഓക്കെ. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഡെമോക്കായി ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടണ. ഡബിൾ കോട്ട്സ് ഒരു വാല്യൂ കൊടുത്തേ. ഡബിൾ കോട്ട്സില് ഒരു നെയിം പാസ് ചെയ്തോളൂ. ഇഷ്ടമുള്ളൊരു നെയിം പാസ് ചെയ്യാം. ഓക്കെ, ഹലോ കൊടുത്തു, കുഴപ്പമില്ല. കൊടുത്തായിരുന്നോ കൃഷ്ണകുമാർ? താഴെ ടൈപ്പ് ചെയ്യൂ demo1 ഡോട്ട് എന്റർ അടിക്കൂ. demo1 dot demo1 dot ഡിസ്പ്ലേ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കൂ. ഇതോടെ കഴിക്കാം. ഡോട്ട് നെയിം അല്ലടാ, ഡിസ്പ്ലേ കൊടുക്ക്. നമ്മളുടെ ഫംഗ്ഷന്റെ പേരെന്താ അതിന്റെ അകത്തുള്ളത്? ഫംഗ്ഷനെ വിളിച്ച അവിടെ display. ഡിസ്പ്ലേ. ഡിസ്പ്ലേ യെസ്. പ്രിന്റ് ക്ലോസ് ചെയ്തിട്ടുള്ള പ്രോപ്പർ ആയിട്ട് അവിടെ എന്താ എറർ കാണിക്കുന്നത്? അവിടെ കൊണ്ട് കേസർ വെച്ചേടാ. ലൈൻ നമ്പർ 8 എറർ കാണിക്കുന്നത്. നിനക്ക് ഒന്ന് കേസർ കൊണ്ട് വെച്ചേ. സേവ് ചെയ്ത ഫയല് സേവ് ചെയ്യുന്നത് കൺട്രോൾ എസ് കൊടുത്ത് ജസ്റ്റ് അവിടെ സേവ് ആയില്ലേന്ന് നോക്കാനോ. കൊടുത്തു. ഓക്കെ. അവിടെ ഒരു റെഡ് ഐക്കണിൽ 2 എന്ന് കണ്ടോടാ, ഒന്ന് ക്ലിക്ക് ചെയ്തേ. മുകളിൽ ഒബ്ജക്ട്സ് ഡോട്ട് py ന്റെ താഴെ ക്ലാസിന്റെ പാനലിന്റെ മുകളിൽ 2 1 എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നോ? അതന്നെ. Unindent does not match the outside indentation level. അവിടെ എക്സ്ട്രാ സ്പേസ് അടിച്ചിട്ടുണ്ടോടാ പ്രിന്റിന്റെ അവിടെ എങ്ങാനും? ഈ ലെവലിൽ തന്നെയല്ലേ പ്രിന്റ് കൊടുക്കണ്ടേ? ഒരു കാര്യം, സെൽഫിന്റെ കോളം കണ്ട് എൻ്റർ അടിച്ചാൽ നമ്പർ 6 കഴിഞ്ഞിട്ട് നമ്പർ 6 കഴിഞ്ഞിട്ട് ആണല്ലോ. ഡെഫിന്റെയോ ചെറിയ സ്പേസ് വന്നിട്ടുണ്ടോ നോക്കിക്കേ ഡെഫിന്.
ഈ ഡെഫിന് താഴെ തന്നെ വന്നിരിക്കും. കറക്റ്റ് ഓർഡറിലത് വന്നിരിക്കുന്നത്. അതെ. കൃഷ്ണകുമാറിന് ഇങ്ങനെയാണോ വന്നേ? എറർ ഉണ്ടോ? ഇന്റർനാഷണൽ എറർ ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ദിസ് ഈസ് എ കൺസ്ട്രക്ടർ ജോബ്. പിന്നെ പേരും വന്നു, ആ സ്കൂളിന്റെ പേരും വന്നു. വന്നു അല്ല എക്സിക്യൂട്ട് ചെയ്തപ്പോ? അതെ. ഇപ്പൊ ശരി. ഇവിടെ ശരി. എല്ലാം ശരി. യെസ്, ഇനി എക്സിക്യൂട്ട് ചെയ്തേ. എക്സിക്യൂട്ട് ചെയ്തടാ. ഹലോ ABC സ്കൂൾ എന്തൊക്കെ പ്രിന്റ് ആയി ഇപ്പോ? ദിസ് ഈസ് എ കൺസ്ട്രക്ടർ. സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ ആര് പ്രിന്റ് ആയി? നമ്മളുടെ ഒബ്ജക്റ്റ് നെയിം പ്രിന്റ് ആയി അല്ലേ? ഈ ഹലോ മാറ്റി ഹായ് എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? ദിസ് ഇസ് എ കൺസ്ട്രക്ടർ ഹായ് ABC അല്ലേ? നമ്മൾ ഡെമോ ത്രൂ എന്താണോ വാല്യൂ പാസ് ചെയ്തത് അതല്ലേ പ്രിന്റ് ചെയ്ത് വന്നത്? അതെ. ഒരു കാര്യം ചെയ്തേ, ഇതിന്റെ താഴെ ഒരു ഒബ്ജക്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്തേ. ക്ലാസ് നിങ്ങൾ ഇനി ഓപ്സ് കോൺസെപ്റ്റ് പഠിക്കുന്നവരെ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിച്ചോളൂ. ഒബ്ജക്റ്റ് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്തേ. ഒരു പുതിയ ഒബ്ജക്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്തോ. demo2 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വാല്യൂ അസൈൻ ചെയ്യാം നെയിമിന്. എന്നിട്ട് ഡിസ്പ്ലേ വിളിക്കാം. ഒന്ന് വിളിച്ചേ. കൃഷ്ണമോറൊപ്പം ചെയ്യണേ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്തോ. ഇപ്പൊ ഇവിടെ നെയിമിന്റെ വാല്യൂ മാറിയില്ലേ? അതുകൊണ്ടാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ബേസ്ഡ് ഓൺ ദി ഇൻസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ആവുന്നത് ഇൻസ്റ്റൻസ് വേരിയബിൾ എന്നും. എത്ര ഒബ്ജക്ട്സ് ക്രിയേറ്റ് ആയാലും മാറാത്ത വാല്യൂസ്. ഇവിടെ ABC സ്കൂൾ എന്ന് പറയുന്ന വാല്യൂ ഹോൾഡ് ചെയ്യുന്ന വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾ, അല്ലെങ്കിൽ എന്താണ് വിളിക്കാൻ പറ്റുക? ക്ലാസ് വേരിയബിൾ എന്ന് വിളിക്കാം. ക്ലിയർ ആണോടാ? ഡൗട്ട് ഉണ്ടോ? എനിക്കും ഡിസ്പ്ലേ ഉണ്ടോ ചെയ്യും? ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത്, നമ്മൾക്ക് ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാ? ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കാണ് എന്തൊക്കെയാ പ്രോപ്പർട്ടീസ് ഉള്ളത് എന്ന് പറഞ്ഞേ. ഡെമോ 1 ഡെമോ 2 അത് ഒബ്ജക്ട്സ് ആണ്. ഞാൻ പ്രോപ്പർട്ടീസ് ആ ചോദിച്ചത്. പ്രോപ്പർട്ടീസ് ഏതൊക്കെയാടാ എന്ന് പറഞ്ഞേ. എക്സും നെയിമും അല്ലേ? എക്സും നെയിമും ആണ് ഇവിടെ നമ്മളുടെ ഈ ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ? ഈ രണ്ട് പ്രോപ്പർട്ടീസിനെ പ്രിന്റ് ചെയ്യാനുള്ള എയിമോട് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഡിസ്പ്ലേ. എന്താടാ ചോദിച്ചോ? പ്രിന്റ് സെൽഫ് ഡോട്ട് നെയിം ഡെമോ ഡോട്ട് എക്സ് അല്ലേ? ഇവിടെ ഡെമോ ഡോട്ട് എക്സ് എന്ന് വിളിച്ചപ്പോ ആരെ കിട്ടി? ABC സ്കൂളിനെ കിട്ടി. ABC സ്കൂളിനെ കിട്ടി. അതായത് ഗ്ലോബൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ക്ലാസ് നെയിം ഡോട്ട് വേരിയബിൾ നെയിം ആണ് വിളിക്കുക.
ലോക്കൽ വേരിയബിൾസ് ആണെങ്കിൽ അതിനെ സെൽഫ് ഡോട്ട് കൂട്ടി വിളിക്കണം. ക്ലിയർ ആണോ? അപ്പോ ഈ പ്രിന്റ് ഇതിനെ ഇത് പ്രിന്റ് ചെയ്യുന്നത് ഇതാണോ? അതെ. ഡോട്ട് ഡിസ്പ്ലേ എന്ന് എവിടെ വെച്ച് വിളിക്കുന്നോ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഡിസ്പ്ലേ നെയിം ഫംഗ്ഷനെ തരും, അവിടെ പോയിട്ട് അതിനെ ഇൻവോക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പോ ഈ ഡെമോ 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. അതെ, ഡെമോ 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, അതിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ വിളിക്കാൻ എന്ത് ചെയ്യണം, ഒബ്ജക്ട് നെയിം ഡോട്ട് ക്ലാസ് നെയിം. പക്ഷേ അപ്പോ ഈ ക്ലാസ്സിന് അണ്ടറിൽ ആയിട്ടല്ലേ ഈ ഡെമോ 1 ഡെമോ 2 വരേണ്ടത്? അല്ല, ബിക്കോസ് ക്ലാസ് ഒബ്ജക്റ്റ് എപ്പോഴും ക്രിയേറ്റ് ഔട്ട്സൈഡ് ദ ക്ലാസ് ആണ്. ഒബ്ജക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഔട്ട്സൈഡ് ദ ക്ലാസ് ആണ്. ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷമായിരിക്കും നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓ, അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഇല്ല, ഒരു ക്ലാസ്സിന് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. ഒന്ന് നോക്കിക്കേ, അത് ആദ്യം തൊട്ട്. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു രണ്ടുപേരും, നമുക്കത് നല്ലപോലെ തറവായിട്ട് പോവാം. അതന്നെ ആ ഗൂഗിളിലെ ഈ ഇതിനകത്ത് കൊടുക്കുന്ന വേരിയബിളും ഇതും സെയിം ആയിരിക്കണോ? ഏതാ? സെൽഫ് കഴിഞ്ഞു കൊടുക്കുന്ന വേരിയബിളും താഴെയുള്ളതാണോ ചോദിച്ചേ? അതെ അതെ, യെസ്, രണ്ടും സെയിം ആയിരിക്കണം. അപ്പൊ ഈക്വൽ ടു നെയിം അതും സെയിം ആ? ഈക്വൽസ് നെയിമും സെയിം ആയിരിക്കണം. അതെ. കൃഷ്ണകുമാർ, നീ ഡൗട്ട് ഉണ്ടോടാ? ഒന്ന് നോക്കിക്കേ. കൃഷ്ണകുമാർ, ഡൗട്ട്സ് ഉണ്ടോടാ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോട്ടെ. ഞാൻ പിന്നെയും ചോദിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ ബേസിലാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാൻ പോകുന്നത്. ഇൻഹെറിറ്റൻസ് ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കൺസെപ്റ്റിന്റെ ബേസിലാണ്. സോ അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്. ഇതിൽ ആ ഡെമോ ഡോട്ട് എക്സ് കൊടുക്കുന്നതിന് ഒരു എക്സ് എന്ന് മാത്രം കൊടുക്കുക. അവിടെ എക്സ് തന്നെ നമ്മൾ വേരിയബിൾ നെയിം കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സ്കൂൾ നെയിം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെമോ ഡോട്ട് സ്കൂൾ നെയിം. എന്താണോ നമ്മൾ കൊടുത്ത വേരിയബിൾ, എക്സോ വൈയോ അല്ലെങ്കിൽ സ്കൂൾ നെയിമോ അല്ലെങ്കിൽ ക്ലാസ് നെയിമോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും ക്ലാസ് നെയിം ഡോട്ട് ആ വാല്യൂ, അതാണ് ഫോർമാറ്റ്. ഇവിടെ എക്സ് എന്നായിരുന്നു വേരിയബിൾ, അതുകൊണ്ട് ഡെമോ ഡോട്ട് എക്സ് എന്ന് കൊടുത്തു.
ക്ലിയർ ആണോടാ? ഓക്കെ. ഇത് ക്ലിയർ ആണെന്ന് ഉള്ള വിശ്വാസത്തിലാണ് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഓ, ഇതെല്ലാം നമ്മൾ സെലീനിയത്തിൽ യൂസ് ചെയ്യുക, അതായത് ഇൻഹെറിറ്റൻസ്. കൺസ്ട്രക്ടേഴ്സ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യും, കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യും, ഫങ്ഷൻസ് യൂസ് ചെയ്യും, സെൽഫ് കീവേഡ് യൂസ് ചെയ്യും, ഒബ്ജക്ട് ക്രിയേഷൻ യൂസ് ചെയ്യും. അല്ല, കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. കൺസ്ട്രക്ടേഴ്സ് ഡെഫ് ഇനിറ്റ്, ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ്. ഓക്കെ. അപ്പൊ നമ്മള് ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് എന്താന്ന് നമ്മൾ കണ്ടു അല്ലേ? നമ്മൾ നെക്സ്റ്റ് പറഞ്ഞൊരു ഊപ്സിന്റെ പില്ലർ ആയിരുന്നു, അല്ലെങ്കിൽ ഊപ്സ് കോൺസെപ്റ്റ് ആയിരുന്നു ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ഇൻഹെറിറ്റൻസ് വെച്ചാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്ലാസ്സിലെ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് വേറൊരു ക്ലാസ് വാങ്ങിക്കുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുക അല്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. യെസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പല തരത്തിൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസസ് ഉണ്ട്. അതിൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലീനിയത്തിലേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. അത് കൂടാതെ വേറെ കുറച്ച് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് കൂടെ ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്. ഈ സിംഗിൾ ഇൻഹെറിറ്റൻസ് ഷോർട്ട് ആയിട്ട് പറയാം. അതായത് ഒരു പാരന്റിൽ നിന്ന് ഒരു ക്ലാസ്സിൽ നിന്ന് അതിന്റെ പ്രോപ്പർട്ടിയെ വേറൊരു ക്ലാസ് അക്വയർ ചെയ്തു. ഒരു പാരന്റ് ഉണ്ട്, ഒരു ചൈൽഡ് ഉണ്ട്, സിമ്പിൾ റിലേഷൻ ആണ്. മനസ്സിലായോ? ഒരു പാരന്റ് ഉണ്ട്, ഒരു ചൈൽഡ് ഉണ്ട്. പാരന്റിന്റെ പ്രോപ്പർട്ടീസിനെ ആര് അക്വയർ ചെയ്തു? ചൈൽഡ് അക്വയർ ചെയ്തു. സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയാ റിലേഷൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കോറിലേഷൻ ആണ്. ഡൗട്ട് ഉണ്ടോ? കൃഷ്ണകുമാർ ഡൗട്ട് ഉണ്ടോ അതില്? ഒരു കാര്യം ചെയ്ത് ഈ പൈത്തൺ പ്രാക്ടീസിൽ വന്നിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ആനിമൽ ANIMAL ആനിമൽ. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത ആനിമൽ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു ആനിമൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അവിടെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുക. കൺസ്ട്രക്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഡെഫ് ഇനിറ്റ് അണ്ടർസ്കോർ സെൽഫ്. ഇഷ്ടമുള്ള ഒരു പാരാമീറ്റർ സെൽഫിന്റെ കൂടെ പാസ് ചെയ്യാം. ടെക്സ്റ്റ്. ഓക്കെ. താഴെ കൊടുക്കൂ. താഴെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ കൊടുക്കേണ്ടി വരിക? സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് ഈക്വൽസ് ടെക്സ്റ്റ്. കറക്റ്റ്. ഓക്കെ. എൻ്റർ അടിക്കൂ. ഇനി കൺസ്ട്രക്ടറിന്റെ ഇൻഡന്റേഷനിലേക്ക് തിരിച്ചു വരിക. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫംഗ്ഷൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോ പിന്നെ ഡെഫ് നെയിം. ഓക്കെ. സെൽഫ് കിടക്കുന്നോണ്ട് സെൽഫ് അവർ തന്നെ വേണം. സെൽഫ് എല്ലാത്തിനും മാൻഡേറ്ററി ആയിട്ടുള്ള കീവേഡ് ആണ്.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അതില് നിങ്ങൾ എന്ത് വാല്യൂ ആണ് എടുത്തത് അതിനെ പ്രിന്റ് ചെയ്തേടാ. ഇപ്പൊ ഇവിടെ അനഘയുടെ കേസിൽ ടെസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്തോ അതിന്റെ അകത്ത്. മുകളിൽ ടെക്സ്റ്റ് അല്ലേ, അപ്പൊ സെൽഫ് ഡോട്ട് ആനിമൽ ഡോട്ട് അല്ല, ആനിമൽ ഡോട്ട് ഏതിനാ കൊടുക്കുക? ഇൻസ്റ്റൻസിനല്ലേ? സോറി ഇൻസ്റ്റൻസ് അല്ല, സോറി ക്ലാസ്സിനല്ലേ, ക്ലാസ് വേരിയബിൾസിനല്ലേ? ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് കൈൻഡ് ഓഫ് വേരിയബിൾ ആണ്? ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ് അല്ലേ? വെറുതെ ടെക്സ്റ്റ് എന്ന് കൊടുക്കരുത്, സെൽഫ് ഡോട്ട് ടെക്സ്റ്റ്. യെസ്, എൻ്റർ അടിക്കാം. ബാക്ക് സ്പേസ് അടിച്ച് ആനിമലിന്റെ സെയിം ഇൻഡന്റേഷനിൽ കൊണ്ടുവന്ന് നിർത്താം. അവിടെ ടൈപ്പ് ചെയ്തോളൂ. അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ തവണ ക്രിയേറ്റ് ചെയ്യേണ്ട പേര് ഇഷ്ടമുള്ള ഒരു ആനിമൽ നെയിം കൊടുത്തോളൂ. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടുക, കോളൻ ഇടരുത്. ഫംഗ്ഷൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആനിമൽ എന്ന് പാസ് ചെയ്തതില്ല ക്യാപിറ്റൽ എ. യെസ്, കോളൻ. ഇപ്പൊ ഇവിടെ ടൈഗർ കഴിഞ്ഞ് ബ്രാക്കറ്റ്സിൽ ആനിമൽ എന്നിട്ടില്ലേ? ഇതിനെയാണ് നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആനിമൽ എന്ന് പറയുന്നത് പാരന്റ് ക്ലാസ്സും ടൈഗർ എന്ന് പറയുന്നത് ചൈൽഡ് ക്ലാസ്സും ആണ്. യെസ്, താഴെ അടിച്ചോടാ. അവിടെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നെയിം കൊടുത്തോടാ. മേക്ക് സൗണ്ട് എന്നിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വേർഡ് എങ്കിൽ വേർഡ്, എനിത്തിങ്. എൻ്റർ അടിക്കും. ഇതുവരെ എത്തിയായിരുന്നോ കൃഷ്ണകുമാർ? സ്റ്റക്ക് ആയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഓക്കെയാണ്. ഓക്കെ, അതിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്തോളൂ. എനിത്തിങ് ഇസ് ഫൈൻ. ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്തോ അവിടെ. എന്നുവെച്ചാ എന്തെങ്കിലും ഒരു വേർഡ് പ്രിന്റ് ചെയ്യാനോ? എന്തെങ്കിലും പ്രിന്റ് ചെയ്തു, ജസ്റ്റ് ഹലോന്നോ അല്ലെങ്കിൽ വെൽക്കം എന്നോ എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്തോളൂ. ഹായ് മതി. ഇനി ഈ ടൈഗറിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേ. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് പ്രിന്റ് ഓഫ് ഹായിന് തൊട്ട് അവിടെ ടൈപ്പ് ചെയ്യുക സൂപ്പർ, SUPER, സൂപ്പർ. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടുക. സൂപ്പർ കഴിഞ്ഞ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കഴിഞ്ഞ് ഡോട്ട് നെയിം. നിങ്ങൾ എന്താണോ പാരന്റ് ക്ലാസ്സിൽ കൊടുത്ത ഫംഗ്ഷൻ നെയിം അത് കൊടുക്കുക. യെസ്. ഈ സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് നമ്മളുടെ സെലീനിയത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കാട്ടിലും നമ്മൾക്ക് പൈത്തണിൽ ഇൻഹെറിറ്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ് ആണ് സൂപ്പർ എന്ന് പറയുന്നത്. അതായത് പാരന്റ് ക്ലാസ്സിലുള്ള ഒരു പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ ഒരു ഡാറ്റയെ അക്വയർ ചെയ്യാനാണ് സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? പേരന്റ് ക്ലാസ്സിനെ ഡിനോട്ട് ചെയ്യും.
പാരന്റ് ക്ലാസ്സിൽ ഒരു പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്സിൽ ഒരു കാര്യം എനിക്ക് ആക്സസ് ചെയ്യണം. ഇവിടെ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പാരന്റ് ക്ലാസ്സിലല്ലേ? അതെ. അതെ, എന്താ അങ്ങോട്ട് വാ. Keyword used to ഓഫ് പാരന്റ് ക്ലാസ്. ഇവിടെ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ശരിക്കും ആരുടെ പ്രോപ്പർട്ടി ആണ്? പാരന്റിന്റെ ആണോ ചൈൽഡിന്റെ ആണോ? നെയിം നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പേരന്റിന്റെ പാരന്റിന്റെ അല്ലേ? അപ്പൊ പാരന്റിന്റെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നെയിം. ക്ലിയർ ആണോടാ? സൂപ്പർ കീവേഡ് ക്ലിയർ ആണോ? ഓക്കെ. ക്ലാസ് ടൈഗർ കഴിഞ്ഞിട്ട് ക്ലാസ് ടൈഗറിന്റെ അതേ ഇൻഡന്റേഷൻ ലെവലിലേക്ക് വരിക. ടൈഗറിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോ. അങ്ങനെയല്ല, ഡിസ്പ്ലേ ഡെഫ് വേണ്ട, ജസ്റ്റ് ഒബ്ജക്റ്റിന് ഒരു പേര് കൊടുക്കുക. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽസ് ക്ലാസ് നെയിം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. അപ്പൊ ഒരു പുതിയ പേര് കൊടുക്കാം. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. OBJ എന്ന് വേണമെങ്കിൽ കൊടുത്തോ. ടൈഗർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻഹെറിറ്റൻസിൽ എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ആയിരിക്കും. ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ക്ലാസ് നെയിം ഡോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടുക. ഡോട്ട് അല്ല, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ഇവിടെ ഒരു പാരാമീറ്റർ എന്താ പാസ് ചെയ്യാനുള്ളത് നമ്മൾക്ക്? ഇവിടെ നമ്മൾ ആനിമൽ എന്ന് പറഞ്ഞ ഇതില് കൺസ്ട്രക്ടർ എന്താ പാസ് ചെയ്തിരിക്കുന്നത്? ടെക്സ്റ്റ്. അപ്പൊ ഡബിൾ കോട്ട്സിൽ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്തോ? ഡബിൾ കോട്ട്സിൽ കൊടുക്കടാ. ടെക്സ്റ്റ് നീ പാസ് ചെയ്യല്ല, ഡബിൾ കോട്ട്സ് നീ പാസ് ചെയ്യും. ഓക്കെ, ഡബിൾ കോട്ട്സിൽ പാസ് ചെയ്യുമ്പോൾ അതൊരു സ്ട്രിങ് ആയിട്ടാണ്. അല്ല, ടെക്സ്റ്റ് എന്നിട്ട് പാസ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ? സി, ഇവിടെ ഇപ്പൊ ടൈഗർ എന്ന് പറഞ്ഞ ക്ലാസ്, ടൈഗർ എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഞാനിപ്പോ അവിടെ ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ടൈഗർ എന്ന് പറഞ്ഞിട്ടല്ല പാസ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പേരാണോ പാസ് ചെയ്യുക? വേരിയബിളിന് പകരം എനിക്ക് അവിടെ ഒരു വാല്യൂ അല്ലേ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോ. അങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുത്തത്. നെക്സ്റ്റ് കൊടുക്കട OBJ ഡോട്ട് വേർഡ്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ, ഇത് ക്ലാസ്സിന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഹായ് പ്രിന്റ് ചെയ്തു, പിന്നെ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്തു അല്ലേ? ക്ലിയർ ആയോ? ഇൻഹെറിറ്റൻസ്, സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് ക്ലിയർ ആണോ?
അതായത് ഈ സെൽഫ് ഡോട്ട് ടെക്സ്റ്റിനല്ലേ അല്ല ടെക്സ്റ്റ് എന്ന് പ്രിന്റ് ചെയ്തത്. ടെക്സ്റ്റ് പ്രിന്റ് ആയത്. അപ്പൊ സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് വന്നപ്പോ ആര് ഇൻവോക്ക് ആയി? ഇവിടെ കൺസ്ട്രക്ടർ വന്നു, കൺസ്ട്രക്ടറിലെ വാല്യൂ വന്നു. ക്ലിയർ ആണോ? ടെക്സ്റ്റ് നോക്കി വെക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കുക കേട്ടോ. ഓക്കെ, നാളെ നിങ്ങൾക്ക് 2 അസൈൻമെന്റ്സ് കൂടെ ഇട്ട് തരാം ക്ലാസ്സിന്റെ. അപ്പൊ ഡൗട്ട്സ് ക്ലാരിഫൈ ആവും. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ടെക്സ്റ്റ് അല്ലേ നമ്മൾ ഇതിനകത്ത് കൊടുത്തത്? അതെ. ടെക്സ്റ്റ് ടെക്സ്റ്റ് മാറ്റി വേറെ ഏത് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കോളൂ. ടെക്സ്റ്റ് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ള വാല്യൂ പാസ് ചെയ്യാം നമുക്ക്. ഇവിടെ ആ, ഇപ്പൊ ക്ലിയർ ആയോടാ? ഈ ഇൻഹെറിറ്റ് ചെയ്ത് നാളെ ഒന്നുകൂടെ നോക്കിയിട്ട് ചോദിക്കും. ഓക്കെ 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 ഓക്കേടാ, ശരി. ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ ഓക്കേടാ, ശരി. താങ്ക് യു. താങ്ക് യു.